മതനിഷേധികളായ ആളുകൾ മതത്തെയും ദൈവത്തെയും നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉന്നയിക്കുന്നൊരു ആർഗ്യുമെൻ്റാണ് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളത്. അതായത് ദൈവത്തിന് തെളിവില്ല, ആയതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്നാണ് അവർ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ധാരാളം തെളിവുകളുണ്ട്. നമുക്കറിയാം കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഡിസൈനർ ആർഗ്യുമെന്റ്, ദ ആർഗ്യുമെന്റ് ഓഫ് ഫ്രീ വിൽ, അതുപോലെ തന്നെ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് തുടങ്ങി ധാരാളം തെളിവുകൾ ദൈവമുണ്ടെന്ന് സ്ഥിരപ്പെടുത്താൻ ഉണ്ട്. എൻ്റെ വിഷയം ദൈവമുണ്ടെന്ന് സ്ഥിരപ്പെടുത്തലോ അല്ലെങ്കിൽ ദൈവത്തിന് തെളിവുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലോ അല്ല. ആയതുകൊണ്ട് തന്നെ ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. മറിച്ച് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളത് കേവലം ഒരു ലോജിക്കൽ ഫാലസി മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഒരു 4 പോയിന്റിലൂടെ ഈ ഒരു ആർഗ്യുമെന്റ് തീർത്തും അബദ്ധമാണെന്ന് ഞാൻ സ്ഥിരപ്പെടുത്താം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഒരു തെളിവുകളുടെ അഭാവം എന്നുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഇല്ലായ്മയുടെ തെളിവല്ല, മറിച്ച് കാലമത്രയും പ്രസക്തമായ ഒരു തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിനായി രോഗാണുക്കൾ. നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രം രോഗാണുക്കളെ കണ്ടെത്തുന്നത്. ഇന്നാലിന്ന രോഗമാണ് ഈ രോഗം പടർത്താൻ കാരണമാകുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തുന്നത്. അതിനർത്ഥം ശാസ്ത്രലോകം ബാക്ടീരിയയെ അല്ലെങ്കിൽ രോഗാണുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ആ രോഗം അല്ലെങ്കിൽ ആ ബാക്ടീരിയ ഇല്ലായിരുന്നു എന്ന് അതൊരിക്കലും അർത്ഥമാക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം അമേരിക്ക 1492 ഒക്ടോബർ 12 ഇറ്റാലിയൻ സഞ്ചാരിയായ ക്രിസ്റ്റഫർ കൊളംബസ് ആദ്യമായി അമേരിക്ക കണ്ടെത്തുന്നത്. അതിനു മുമ്പ് അമേരിക്ക എന്നൊരു ഭൂപ്രദേശം അവിടെ ഇല്ലായിരുന്നു എന്ന് അത് അർത്ഥമാക്കുന്നില്ല. അതുപോലെ സാങ്കേതിക വളർച്ചയ്ക്ക് ശേഷം, ശാസ്ത്രം വളർന്നതിന് ശേഷമാണ് പെട്രോളിയം ഉൽപാദനം കണ്ടെത്തുന്നത്. അതിനു മുമ്പ് പെട്രോൾ ഇല്ലായിരുന്നു എന്ന് നാം ആരും മനസ്സിലാക്കുന്നില്ല. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ അറിവ് എന്നും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ടെത്താത്ത പലതും നാം ഇന്ന് കണ്ടെത്തുന്നുണ്ട്, ഇന്ന് കണ്ടെത്താത്ത പലതും നാം നാളെ കണ്ടെത്തുന്നുണ്ട്. അതിനർത്ഥം ഇന്ന് കണ്ടെത്തിയ വസ്തു ഇന്നലെ ഇല്ല എന്ന് അത് അർത്ഥമാക്കുന്നില്ല. അതുപോലെ തന്നെ നാളെ കണ്ടെത്തുന്ന വസ്തു ഇന്ന് ഇല്ല എന്ന് അത് അർത്ഥമാക്കുന്നില്ല. ചുരുക്കത്തിൽ മനുഷ്യന്റെ അറിവ് എന്നും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എക്സോ പ്ലാനറ്റുകൾ, സൗരയൂഥത്തിന് പുറത്തുള്ള ഈ എക്സോ പ്ലാനറ്റുകൾ ആദ്യകാലങ്ങളിൽ കേവലം സങ്കല്പങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് 1995 ആദ്യത്തെ എക്സോ പ്ലാനറ്റ് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ 2009 നൂറുകണക്കിന് ഗ്രഹങ്ങൾ കണ്ടെത്തുന്നത്. അതിനർത്ഥം അതിനു മുമ്പ് 2009 മുമ്പ് അല്ലെങ്കിൽ 1995 മുമ്പ് എക്സോ പ്ലാനറ്റുകളോ അല്ലെങ്കിൽ ഗ്രഹങ്ങളോ ഇല്ല എന്ന് അതൊരിക്കലും അർത്ഥമാക്കുന്നില്ല. മറിച്ച് അതിന് വേണ്ട എവിഡൻസ്, തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ നിലവിലെ പഠന സാന്നിധ്യമാണ് അന്യഗ്രഹങ്ങളിൽ ജീവികളുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത്. നമുക്കറിയാം ശാസ്ത്രം ഇതുവരെയായിട്ട് അതിനൊരു എവിഡൻസ്, തെളിവ് ശാസ്ത്രം കൊണ്ടുവന്നിട്ടില്ല. അതിനർത്ഥം മറ്റു ഗ്രഹങ്ങളിൽ ജീവി ഇല്ല എന്ന് അത് അർത്ഥമാക്കുന്നില്ല. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും നാം വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും ഉണ്ടായത് ഡാർക്ക് മാറ്ററിലൂടെയും അതുപോലെ തന്നെ ഡാർക്ക് എനർജിയിലൂടെയുമാണ്. ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും നാം നിരീക്ഷിക്കുകയോ ഒബ്സർവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം അനുമാനിക്കുകയാണ് നാം ഈ 2 കാര്യങ്ങളും. പക്ഷേ അത് ഇല്ല എന്ന് നാം ആരും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. അത് ഉണ്ട്, അത് കാരണമായിട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും ഉണ്ടായത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. നാലാമതായി നാം മനസ്സിലാക്കേണ്ടത്, പ്രൂവിംഗ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ഈസ് വെരി റിസ്കി. അതായത് ഒരു വസ്തു ഇല്ല എന്ന് സ്ഥിരപ്പെടുത്തൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം ഒരു വസ്തുവിന്റെ ഉണ്മക്ക് സാധ്യതയുള്ള, പോസിബിലിറ്റിയുള്ള എല്ലാ ചാൻസുകളും എടുത്തു പരിശോധിച്ച് പഠന വിധേയമാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു വസ്തു ഇല്ല എന്ന് നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എല്ലാ സാധ്യതകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അന്യഗ്രഹങ്ങളിൽ ജീവിയില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തി പറയാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല. ചുരുക്കത്തിൽ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളത് മതനിഷേധികളായ ആളുകൾ ഈ മതത്തെയും അതുപോലെ തന്നെ ദൈവത്തെയും നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആർഗ്യുമെന്റ് ആണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതൊരു കേവലം
ലോജിക്കൽ ഫാലസി മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.